അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനും അജീഷും കൂടി റൈഡിന് ഇറങ്ങുകയാണ്. സോ ഓൾമോസ്റ്റ് 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ചെറുതായിട്ടൊന്ന് ലേറ്റായി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഓൺ ടൈമിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 800 ഫസ്റ്റ് ടൈം നമ്മളിവിടെ 2 ന്യൂ കമേഴ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ആയിരുന്നു ഒരു ആലക്സും ഒരു ജാവ പെരാക്കും. ഫസ്റ്റ് ടൈമായിട്ട് ജാവ ബൈക്ക് നമ്മളിവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഓടിക്കുന്ന ഒരു ലേഡിയും കൂടിയാണ്, ലിച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ 2 ന്യൂ റൈഡേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഇടുക്കി യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. നമ്മുടെ വണ്ടിയിൽ പുതിയ ഒരു ടെക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടവറും കാര്യങ്ങളാണ് നിങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ ടെക് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അതൊരു മാപ്പും കാര്യങ്ങളൊക്കെ വരണം. നമ്മുടെ കാറിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു സിസ്റ്റമാണ് വെച്ചേക്കുന്നത്. മാപ്പ് കാണാം, അതുപോലെ തന്നെ കാർ പ്ലേ വർക്ക് ചെയ്യും, സ്പോട്ടിഫൈ വർക്ക് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിച്ചാണ് പോകുന്നത്. ഒരു അടിപൊളി ക്ലൈമറ്റ് ഉണ്ട്. അതായത് ചൂടും ഇല്ല, വെയിലും ഇല്ല, എന്നാ ഒരു മൂഡി ആയിട്ടുള്ളൊരു റിയലി ലൈക്ക് ദിസ്. ബാക്ക് ഓൺ ട്രാക്ക്. എന്താ പറഞ്ഞില്ല. റൈഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രോബ്ലം ഉള്ള ഒരു കാര്യമായിരുന്നു മാപ്പ് നോക്കുക എന്നുള്ളത്. ബിക്കോസ് ഐഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഐഫോൺ നല്ല ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷനുള്ള എല്ലാ ഫോണും ഇതുപോലെ ഹോൾഡറിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈവൻ ഞാൻ പീക്ക് ഡിസൈൻ്റെ ഒരു ആൻറ്റി വൈബ്രേഷനുള്ള മൊബൈൽ ഹോൾഡറാണ് വെച്ചേക്കുന്നത്. ബട്ട് സ്റ്റിൽ എന്നാലും എനിക്കൊരു മടിയായിരുന്നു. സോ അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹിച്ച ഒരു ടെക് അപ്ഡേറ്റ് ആയിരുന്നു ഇതുപോലത്തെ ഒരു ഡിവൈസ്. ഫൈനലി അത് കിട്ടിയെന്ന് പറയാം. നല്ല വൃത്തിയായിട്ട് നമ്മുടെ വളരെ നീറ്റായിട്ട് തന്നെ നമ്മുടെ ഈവൻ കാറിലൊക്കെ കാണുന്നത് തന്നെ മാപ്പും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വിസിബിൾ ആണ്. ഈവൻ നല്ല ലൈറ്റുള്ള സമയത്താണെങ്കിൽ പോലും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പാട്ടും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പോട്ടിഫൈയിലാണെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പാട്ടും കാര്യങ്ങളും വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ കേസ് ഇപ്പോൾ കോളോ കാര്യങ്ങൾ വരുവാണെങ്കിൽ ആരാണ് വിളിക്കുന്നത്. അപ്പം അതായത് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ
കുറേ ടെൻഷൻസ് ഉണ്ടല്ലോ, ആരൊക്കെയാണ് വിളിക്കുന്നത്, അങ്ങനെ അല്ല ആരെ വിളിക്കുന്നത് അറിയാൻ പറ്റുന്നില്ല, ഫോണിൽ ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു ഡിവൈസ് വന്നുകൊണ്ട് ഒരു പീസ് ഓഫ് മൈൻഡ് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് ഈ ഡിവൈസ് വെച്ചുള്ള ഒരു ഫസ്റ്റ് ടെസ്റ്റാണ്. സോ എന്തായാലും സോ ഫാർ ഐ റിയലി ലൈക്ക് ദിസ് ഡിവൈസ്. സോ ഗോയിങ് ഫോർവേഡ് നമ്മളുള്ള നെക്സ്റ്റ് റൈഡ്സിലെല്ലാം ഇത് യൂസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മൗണ്ടിങ് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും 1-2 അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. സോ അത് കാര്യങ്ങൾ ഒരു 1-2 റൈഡ് കഴിയുമ്പോഴാണ് നമുക്കത് എങ്ങനെയൊക്കെ വെക്കണമെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുക. സോ നമ്മൾ എത്താറായപ്പോഴത്തേനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീ പ്ലാന്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മൾ ഇത്ര നേരം വന്ന ഒരു വഴി, ലാൻഡ്സ്കേപ്പ്, എവറിത്തിങ് ഈസ് ചേഞ്ച് ആൻഡ് കംപ്ലീറ്റ്ലി ഒരു ഗ്രീനിഷ് കളർ. ഓൾസോ ചെറിയൊരു നൈസായിട്ട് തണുത്തൊരു കാറ്റോടെ വീശുന്നുണ്ട്. ആ ഒരു ഫീല് ഇറ്റ്സ് ഗുഡ്. അജീഷ് ലെഗ് ഔട്ടൊക്കെ ചെയ്തിട്ട് പൊളിയായിട്ട് വന്നെ. എൻ്റെ വെറുതെ കൂടെ കാണാൻ പറ്റുമോ? പോവല്ലേ? വരുന്നുണ്ട്. ഹോൾസൈഡ് നിന്നോ? ചായ കുടിക്കണോ? എന്നാ അവർക്ക് കുടിക്കണ്ടാവും, കുടിക്കണമായിരിക്കും. സത്രം. ആക്ച്വലി പുതിയതായിട്ട് വരുന്നേക്കുന്ന ടീ ലീവ്സ് ആണ്. അതാണ് ഇങ്ങനത്തെ ഒരു നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളർ. ദിസ് ലുക്സ് റിയലി നൈസ്.
എങ്ങോട്ടാ? മാൻ സത്രം. ഓ പൊളി. അങ്ങോട്ടാ? ആ നമ്മളങ്ങനെ സത്രത്തിലെത്തി. പക്ഷെ ഇവിടെ പോലീസുകാരുണ്ട്. ആണോ? ഓ എടുത്താ? അല്ലല്ല, അത് വലിയ ഇതൊന്നുമില്ല, ടഫൊന്നുമില്ല. പതുക്കെ പൊക്കോ. യെസ്, അങ്ങനെ ലിജി ഫസ്റ്റ് ഓഫ് റോഡ്. ലിജിയുടെ ഫസ്റ്റ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു. പോട്ടോ, വരുന്നില്ലേ? എന്താടാ? ആ പിന്നെന്താ? അതിലെന്താ വഴി? അത് വേറെ വഴിയാണോ? Yeah, finally we reached Satram.